ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പിൻ്റെ പുതിയ ചൈതന്യത്തിലേക്ക് സഭ പ്രവേശിക്കുകയാണല്ലോ. കാൽവരി യാത്രയുടെ പുണ്യ ഓർമ്മകളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജീവിതം ഒരു പടി കൂടി യേശുവുമായി ഒന്നാകാനുള്ള ത്യാഗപൂർവമായ യാത്രയാണ് ഇത് എന്ന് നമുക്കറിയാം. ഈ പുണ്യദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹപൂർവ്വം നിങ്ങൾക്ക് നേരുകയാണ്. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൽ യേശുവിൻ്റെ മനോഹരമായൊരു നോമ്പുണ്ട്. 40 ദിവസങ്ങളാണ്. മത്തായി സുവിശേഷവും ലൂക്കാ സുവിശേഷവും ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന 40 ദിവസത്തിൻ്റെ നോമ്പാചരണം. ഒരു യേശു തമ്പുരാൻ, ഈ ഭൂമിക്ക് ജീവനും ജീവിതവും കൊടുത്തവൻ, പ്രപഞ്ചത്തിൻ്റെ ഉടയവനായ ഒരു ദൈവത്തിന് തിന്മയെ അതിജീവിക്കാൻ വേണ്ടി 40 ദിവസങ്ങൾ രാപകലുകൾ വെള്ളം പോലും ഉമിനീര് പോലും ഇറക്കാൻ കഴിയാത്തൊരു മരുഭൂമിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടി വന്നു എങ്കിൽ, മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിൻ്റെ യാത്രയിൽ എത്രയോ തവണ ത്യാഗങ്ങൾ സ്വന്തമാക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ നോമ്പിൻ്റെ പുതിയ ചൈതന്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, 3 തലത്തിൽ നമ്മുടെ നോമ്പാചരണം എത്തി നിൽക്കേണ്ടതുണ്ട്. ഇതൊരു 50 ദിവസത്തിൻ്റെ ഉപവാസമല്ല. 51-ാമത്തെ ദിവസം ഞാൻ ആയിത്തീരേണ്ട ഒരു അത്ഭുതത്തിൻ്റെ ദിവസങ്ങളാണ്. ഈശോ 40 ദിവസങ്ങൾ ഉപവസിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ പ്രലോഭനങ്ങളുണ്ടായി എന്ന് നമ്മൾ കാണുന്നില്ല. ഈ 40 ദിവസത്തെക്കുറിച്ചുള്ള പ്രത്യേകതകളൊന്നും സുവിശേഷം നമ്മുടെ മുമ്പിൽ വിവരിക്കുന്നില്ല. എന്നാൽ 41-ാമത്തെ ദിവസം അവനെ തേടി വന്ന തിന്മയുടെ ശക്തിയെ എങ്ങനെ അവൻ അതിജീവിച്ചു എന്ന് ഈ 40 ദിവസം കൊണ്ട് അവൻ നേടിയെടുത്ത ആത്മാവ് ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ്. കാലഘട്ടം ഒത്തിരിയേറെ വികസിച്ചതാണ്. ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ, ഒത്തിരിയേറെ കൃപ നിറഞ്ഞൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിന് യാതൊരു ബലവുമില്ല. പെട്ടെന്ന് നമ്മൾ തളർന്നു പോവുകയാണ്. ഒരു കൊച്ചു കാര്യം വന്നാൽ നമ്മൾ നിരാശയിലേക്ക് പോവുകയാണ്, തകർന്നു പോവുകയാണ്. പെട്ടെന്ന് ഡിപ്രഷൻ രോഗം വരുന്നു, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ മദ്യപാനത്തിനോ മയക്കുമരുന്നിനൊക്കെ അടിമപ്പെടുന്നു. ഒരു തിന്മയെ അതിജീവിക്കാൻ നമുക്ക് കഴിയുന്നില്ല. എന്താ കാരണം? ഇത്രമേൽ വികസിച്ചൊരു ലോകത്ത് എന്തുകൊണ്ടാണ് ആത്മാവ് ഇത്രമേൽ അധപതിച്ചു പോകുന്നത്? നമ്മുടെയൊക്കെ അപ്പനപ്പൂപ്പന്മാർ ഈ കാടിനോടും നാടിനോടുമൊക്കെ മല്ലിട്ടുകൊണ്ട് നേടിയെടുത്തൊരു ജീവിതമുണ്ട്. ഏത് പ്രതിസന്ധിയെയും കരുത്തോടെ കണ്ടിരുന്ന ആത്മീയ ബലമുള്ള മനുഷ്യരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് ഈ ഭൂമി ജീവിച്ചിരിക്കാൻ കാരണം. ഇത്രമേൽ മനോഹരമായൊരിടം അവരെ നമുക്കായി ഒരുക്കി തന്നത് ജീവിതത്തിൽ ഏറ്റെടുത്ത സഹനങ്ങളുടെ പുണ്യമാണ്. പ്രിയപ്പെട്ടവരെ, സഹിക്കുന്നവരും സഹയാത്രികരുമൊക്കെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ നോമ്പ് കുറെ കൂടിയൊക്കെ ഒന്ന് നമുക്ക് ഭക്തിപൂർവ്വം ആചരിക്കാം. ഒരുപക്ഷെ കാലഹരണം ചെയ്യപ്പെട്ടു പോകുന്ന, വംശനാശം സംഭവിച്ചു പോകുന്ന മൃഗങ്ങളെ പോലെയൊക്കെയാണ് നമ്മുടെ ചില ആത്മീയ ആചാരങ്ങൾ. എത്രയോ കുടുംബങ്ങളിലാണെന്നറിയാവോ ഈ നോമ്പിൻ്റെ ചൈതന്യം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുക. മക്കൾക്ക് എന്താണെന്ന് അറിയത്തില്ല. അപ്പനും അമ്മയും കാണിച്ചു കൊടുക്കുന്നതേ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയുള്ളൂ. നമ്മുടെയൊക്കെ അപ്പനപ്പൂപ്പന്മാർ കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരുന്ന ഒരാചരണമാണ്, ഭക്ത അഭ്യാസമാണ് നോമ്പ് എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഗൗരവം നമുക്കറിയാം. എന്നാൽ വരും തലമുറകളിലേക്ക് ഈ കാലഹരണം ചെയ്യപ്പെടുന്ന ഒരു ഭക്തകൃത്യമായി ഈ നോമ്പാചരണം അവസാനിച്ചു പോവുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ത്യാഗത്തിന് വിലയുണ്ട്, സഹനങ്ങൾക്ക് വിലയുണ്ട്, ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന വെല്ലുവിളികൾക്ക് വിലയുണ്ട്. നമ്മുടെ തന്നെ ജീവിതത്തോട് നമ്മൾ പുലർത്തുന്ന ഒരു ആത്മീയ ചിട്ടയാണത്. അതിന് നമുക്ക് കൈമോശം സംഭവിച്ചു പോയാൽ ഏതൊരു കാര്യത്തിലും തീരുമാനമെടുക്കാൻ കഴിവില്ലാത്ത മക്കളെ ആണ് നമ്മൾ വാർത്തുകൊണ്ടിരിക്കുന്നതെന്ന് മറന്നു പോകാതിരിക്കാം. അതുകൊണ്ട് തന്നെ പഠിപ്പിക്കണം മക്കളെ. ഒരു ഭക്ഷണത്തിൻ്റെ മുമ്പിൽ, ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ മുമ്പിൽ, ആത്മീയമായി തളരുമ്പോഴൊക്കെ എങ്ങനെ ബലപ്പെടാമെന്ന് നമ്മുടെ ജീവിതം കൊണ്ട് പഠിപ്പിക്കണം. മറ്റൊരാൾക്ക് നമ്മളെ ശക്തിപ്പെടുത്താൻ പറ്റില്ല. വാക്കുകൊണ്ട് ഒരുപക്ഷെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാം, മുമ്പിലിരിക്കുന്ന ഒരാൾക്ക് വാക്കുകൊണ്ട് സംസാരിക്കാം. എന്നാൽ ആത്മീയ ബോധങ്ങൾ ലഭിക്കേണ്ടത് എൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണമാണ്. ഒരു മനുഷ്യൻ്റെ ശത്രു അവൻ്റെ മനസ്സാണെന്നാണ് പറയുക, വേറെ ആരുമില്ല. എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്തത് അത് മുമ്പിലിരിക്കുന്നവൻ തെറ്റ് ചെയ്തുകൊണ്ടല്ല, എൻ്റെ മനസ്സ് ശാന്തമാക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഞാൻ പെട്ടെന്ന് ബഹളം ഉണ്ടാക്കുന്നു, പെട്ടെന്ന് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ മദ്യത്തിനോ മയക്കുമരുന്നിനോ ഞാൻ അടിമയാകുന്നു, തിന്മയുടെ ലോകത്തേക്ക് ഞാൻ വീട് പോകുന്നു. അത് രണ്ടാമതൊരാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അതെൻ്റെ കുഴപ്പമാണ്, എൻ്റെ മനസ്സിൻ്റെ ബലമില്ലായ്മയാണ് എനിക്കൊരു പ്രതിസന്ധിയെ അതിജീവിക്കാൻ കഴിയാതെ പോവുക. ഇന്നത്തെ മക്കൾക്ക് വന്നുകൊണ്ടിരിക്കുന്നതല്ലേ
ഒരു ശിക്ഷണം നടത്തുമ്പോൾ ഒരു അധ്യാപകൻ അടിച്ചാൽ പെട്ടെന്ന് വയലൻ്റ് ആവും, താഴ്ന്നു പോകും. കാരണം എന്താണ്? ബലമില്ലാത്ത തലമുറയെ നമ്മൾ വാർത്തെടുക്കുകയാണ്. അത് നമ്മുടെ തന്നെ കുടുംബത്തിൻ്റെ അധപതനത്തിൻ്റെ ആരംഭമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈശോ പോലും ലോകത്തിൻ്റെ രക്ഷകനായ, ലോകത്തെ രക്ഷിക്കാൻ വന്നവനും ലോകത്തിൻ്റെ രക്ഷകനുമായ ദൈവം തമ്പുരാൻ പോലും ഉപവസിച്ചുവെങ്കിൽ നമ്മൾ ഉപവസിച്ചേ മതിയാവുള്ളൂ, ത്യാഗമെടുത്തേ മതിയാവുള്ളൂ. അതുകൊണ്ട് ഒരു 3 തലങ്ങളിലെ ത്യാഗത്തെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. ഒന്നാമത്, ഈശോയ്ക്കുണ്ടായ പ്രലോഭനം അപ്പത്തിൻ്റെ പ്രലോഭനമാണ്. അതുതന്നെ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്കുണ്ടാകുന്ന പ്രലോഭനവും ഭക്ഷണത്തിൻ്റെ പ്രലോഭനമാണ്. ഒരു മത്സ്യത്തിൻ്റെ മുമ്പിൽ, മാംസത്തിൻ്റെ മുമ്പിൽ നമ്മൾ മനുഷ്യർ ഇങ്ങനെ വീണു പോകാൻ പാടില്ല. 50 ദിവസങ്ങൾ മത്സ്യത്തെ മാംസത്തെ ഒന്ന് മാറ്റിവെക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് അധപതിച്ച മനുഷ്യരാണ്. ഒരു ക്യാൻസർ വന്നാൽ നമ്മൾ മാറ്റിക്കളയില്ലേ? അത് വേണ്ട. ഒരു നിസ്സാരം മഞ്ഞപ്പിത്തം വന്നാൽ നമ്മളിതൊക്കെ ഉപേക്ഷിക്കണം. ഒരു ചൂടുപണി വന്നാൽ നമ്മളിതൊക്കെ ഉപേക്ഷിക്കണം. കാരണം എന്താണ്? മരണഭയമുള്ളത് കൊണ്ട് നമ്മളത് മാറ്റിവെക്കും. അത് എത്ര ദിവസം ഡോക്ടർ പറഞ്ഞോ അത്രയും ദിവസം നമ്മൾ മാറ്റിവെക്കും. എന്നാൽ ആത്മീയ മരണം നമുക്ക് ഭയമില്ലാതായിരിക്കുന്നു എന്നതാണ് നമ്മുടെ പരാജയം. ആത്മീയ മരണത്തെക്കുറിച്ചുള്ള ഭയം ഉണ്ടാകണമെങ്കിൽ വിശ്വാസത്തിൻ്റെ തലം വളരണം. വിശ്വാസമില്ല, ഇന്ന് നമുക്കെല്ലാം ആവശ്യങ്ങളേ ഉള്ളൂ, വിശ്വാസമില്ല. ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള വിശ്വാസമാകുമ്പോൾ അവിടെ നമുക്ക് ആത്മീയ വളർച്ച ഉണ്ടാകില്ല. അതുകൊണ്ട് ആത്മീയ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. ആത്മീയ മരണത്തെക്കുറിച്ച് ചിന്തിക്കാത്തൊരു മനുഷ്യൻ ഇതിനൊന്നും ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മാംസം വർജിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശോയുടെ മുമ്പിൽ വന്ന ഏറ്റവും ആദ്യത്തെ പ്രലോഭനം ഭക്ഷണത്തെക്കുറിച്ചാണ്. 40 ദിവസം അവൻ ഉപവസിച്ച് എവിടെയാണെന്നറിയാമോ? മരുഭൂമിയിലാണ്. മരുഭൂമിയുടെ പ്രത്യേകത എന്താണ്? ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നാവ് തൊണ്ടയോട് ഒട്ടിച്ചേരുന്ന അവസ്ഥയാണ്. ഒരിറ്റ് വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. എല്ലാ സാധ്യതകളെയും കുട്ടി അടച്ചുകൊണ്ടാണ് അവൻ ഉപവസിച്ചത്. ഒരു വെള്ളത്തിൻ്റെ ദാഹത്തിന് പോലും ശമിപ്പിക്കാൻ ഒരു വെള്ളം പോലും കിട്ടാത്ത സാധ്യതയിലാണ് അവൻ ഉപവസിച്ചത്. അത്രയും ത്യാഗത്തോടെയാണ്. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ശരീരത്തിൻ്റെ വെള്ളമെല്ലാം തീർന്നു പോകുന്ന വരണ്ടുണങ്ങിയ ശരീരമാകുന്നത് വരെ അവൻ ഉപവസിച്ചു എന്ന് പറയാം. അപ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും നല്ല പ്രലോഭനം ഒരു വെള്ളം കാണുമ്പോൾ, ഒരു ഭക്ഷണം കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രലോഭനമാണ്. ആ പ്രലോഭനമായിട്ടാണ് ആദ്യം പിശാച് വന്നത്. നോക്കിയേ, ഇതാണ് നമ്മുടെ ജീവിതത്തിലേക്കും എപ്പോഴും ആദ്യത്തെ പ്രലോഭനം നമ്മുടെ ശരീരത്തിൻ്റെ വിശപ്പുകളായിരിക്കും. അത് നമുക്കൊന്ന് നിയന്ത്രിക്കാൻ പഠിപ്പിക്കാം. എല്ലാ ഭക്ഷണവും ഇന്ന് കഴിച്ച് സമൃദ്ധമായ മനുഷ്യരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തെക്കുറിച്ചുള്ള കൊതിയൊന്നുമില്ല. പണ്ട് കാലത്താണെങ്കിൽ ഒരു മാംസം കിട്ടുക മാസത്തിലൊന്ന്, അതുകൊണ്ട് കൊതിയുണ്ടാകും. പക്ഷേ ഇന്ന് എല്ലാ ദിവസവും ലഭിക്കുന്നില്ലേ? അതുകൊണ്ട് ഒരു 50 ദിവസം നമുക്കൊന്ന് മാറ്റിവെക്കാം. എല്ലാ സാധ്യതയും നമ്മുടെ മുമ്പിലില്ലേ? അതുകൊണ്ട് അതിന് 50 ദിവസം നമുക്ക് മാറ്റിവെച്ച് നോക്കിയേ. അപ്പോൾ നമ്മുടെ ശരീരത്തിന് പുഷ്ടി ഉണ്ടാകും. ശരീരത്തിൻ്റെ ബലഹീനതകളും എല്ലാ കുറവുകളും, ആരോഗ്യപരമായ കുറവുകളും ഒക്കെ ഉണ്ടാകുന്നത് ഈ ഭക്ഷണത്തിൽ നിന്നാണ്. അതുകൊണ്ട് ശരീരത്തെ തന്നെ ഒന്ന് നിയന്ത്രിക്കുവാൻ, ശരീരത്തെ ഒന്ന് പുഷ്ടിപ്പെടുത്തുവാൻ, നമ്മളോട് തന്നെ ഒന്ന് മല്ലിടുവാൻ വേണ്ടി, നമുക്ക് തന്നെ ഒരു ആത്മനിയന്ത്രണം കണ്ടെത്തുവാൻ വേണ്ടി ആദ്യമായി ഭക്ഷണത്തെ ഒന്ന് നമുക്ക് മാറ്റിവെച്ച് നോക്കാം. അതുകൊണ്ട് എന്താ പുണ്യം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പുണ്യമൊന്നും ഉണ്ടായെന്ന് വരില്ല. പക്ഷേ എന്നെ തന്നെ നിയന്ത്രിക്കാനൊരു കൃപ എനിക്ക് കിട്ടും. ചില സാഹചര്യങ്ങളിൽ മക്കളെ നമുക്ക് പഠിപ്പിക്കണം. ഒരുമിച്ചിരുന്ന് നമ്മൾ ഉപവസിച്ച് നോക്കിയേ, പ്രാർത്ഥിച്ചു നോക്കിയേ, അവിടെ കൃപയുണ്ടാകും. അതുകൊണ്ട് ആദ്യത്തെ പ്രലോഭനം ഭക്ഷണത്തിൻ്റെ പ്രലോഭനം. രണ്ടാമത്തെ പ്രലോഭനം അത് കഴിവുകളുടെ പ്രലോഭനമാണ്. എൻ്റെ കഴിവ് പറഞ്ഞില്ലേ, നീ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയാൽ സാഹസികതയാണ് അല്ലേ? ഇന്ന് സാഹസികതയുടെ ലോകമാണ്. ഇന്ന് സ്റ്റാർ ആകുന്ന ആരാണ്? ലോകത്തിൻ്റെ മുമ്പിൽ സാഹസികത കാണിക്കുന്ന ആരോ അവനൊക്കെ സ്റ്റാറുകളാണ്. അല്ലാത്തവനൊക്കെ മണ്ടന്മാരും പൊട്ടന്മാരുമാണ് അല്ലേ? അതാണല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ കണ്ടുകൊണ്ട് എന്ത് സാഹസ്യം കാണിക്കുന്നുവോ അവരൊക്കെ വലിയ മനുഷ്യരാണ്. അതല്ല, സാഹസികതകൾ നമ്മുടെ അഹങ്കാരങ്ങളിലേക്ക് മാറുമ്പോൾ അത് അധപതനമായി മാറും. എൻ്റെ കഴിവുകൾ ഇതെല്ലാം പാവുക. ഈ സാഹസികതയിൽ നിന്നാണ് അഹങ്കാര ചിന്ത ഉണ്ടാകുക, ധാർഷ്ട്യം ഉണ്ടാകുക, ദേഷ്യം ഉണ്ടാകുക, അല്ലെങ്കിൽ അസൂയ ഉണ്ടാകുക, അല്ലെങ്കിൽ നിരാശ ഉണ്ടാകുക. ഇതെല്ലാം എൻ്റെ സാഹസികതയിൽ നിന്നുണ്ടാകുന്ന പാപമാണ്. ഈശോയ്ക്കുണ്ടായ രണ്ടാമത്തെ പ്രലോഭനം, നീ വലിയ സംഭവമല്ലേ, നീ വലിയ ദൈവമല്ലേ, നീ മുകളിൽ നിന്ന് താഴേക്ക് ചാട്, നിന്നെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം അല്ലേ? അപ്പോൾ അതൊരു പരീക്ഷണമായിട്ടാണ് ഈശോ കാണുക. അവനൊക്കെ ചാടണമെങ്കിൽ ചാടാം, പക്ഷേ അവൻ ആരുടെയും മുമ്പിൽ സാഹസികത കാണിക്കാറില്ല. അവൻ ആവശ്യങ്ങൾക്ക് മാത്രമേ അവൻ്റെ കഴിവുകളെ ഉപയോഗിക്കാനുള്ളൂ. ശരിയാണ്, നല്ലപോലെ പഠിക്കണം, നല്ലപോലെ പ്രാർത്ഥിക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ അത് അഹങ്കാരത്തിലേക്ക് മാറുമ്പോൾ, അതെന്നെക്കുറിച്ച് മാത്രമുള്ള പൊങ്ങച്ചങ്ങളായി മാറുമ്പോൾ അത് പാപമായി മാറും. അതുകൊണ്ട് ഈ 50 ദിവസങ്ങൾ നമുക്കുള്ള കഴിവുകളൊക്കെ ശരിയാണ്, പക്ഷേ അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വലിയ സംഭവമാണെന്ന് തെളിയിക്കാനുള്ളതല്ല. അഹങ്കരിക്കാതെ, അസൂയപ്പെടാതെ, ആരോടും ദേഷ്യവും വെറുപ്പും സൂക്ഷിക്കാതെ, നിരാശയിലേക്ക് പോകാതിരിക്കാൻ ഈ 50 ദിവസങ്ങൾ നമുക്കൊന്ന് പരിശ്രമിക്കണം. മൂന്നാമതുണ്ടായ പ്രലോഭനം അത് ആത്മീയ പ്രലോഭനമാണ്, ആത്മാവിൻ്റെ പ്രലോഭനമാണ്. നീ എന്നെ ആരാധിച്ചാൽ ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് തരാം. പ്രിയപ്പെട്ടവരെ,
കുറേ കൂടിയൊക്കെ നമ്മുടെ ആത്മീയ പക്വതയിലേക്ക് എത്തേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യങ്ങളുടെ ആത്മീയത അധപതനത്തിലേക്ക് നമ്മളെ നയിക്കും. ആവശ്യം കിട്ടാതെ വരുമ്പോഴും ആവശ്യം നടന്നു കഴിയുമ്പോഴും ദൈവത്തെ മാറ്റിവെക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ പാപമാണ്. ഈശോയോട് പറഞ്ഞില്ലേ, നീ ഇത്രയും ഉപവസിച്ചില്ലേ, നീ എന്നെ ആരാധിച്ചാൽ മതി, ഞാൻ ലോകം മുഴുവൻ നിനക്ക് തരാം. ഇതാണ് കൊടുക്കലിൻ്റെ പ്രലോഭനം. പ്രാർത്ഥിച്ചാൽ, ആരാധിച്ചാൽ ഞാൻ നിനക്കെല്ലാം തരാം. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ക്രിസ്തീയ വിശ്വാസം പോലും ഉപേക്ഷിച്ചുകൊണ്ട് അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോകുന്നത് എന്തുകൊണ്ടാണ്? മറ്റു മതവിശ്വാസത്തിൻ്റെ പുറകെ പോകുന്നത് എന്തുകൊണ്ടാണ്? മറ്റ് അമ്പലങ്ങളിലും അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി കയറിയിട്ട് അവിടെ കൂടോത്രം വെക്കുകയും അല്ലെങ്കിൽ നേർച്ച നേറുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എവിടുന്ന് എന്ത് കിട്ടുമെന്നാണ് നമ്മൾ വിചാരം. അതല്ല ആത്മീയത. നമുക്ക് ഈശോയ്ക്ക് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ ഈശോ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവുള്ളൂ. അവൻ കുരിശിൽ മരിക്കാൻ പോകുന്നൊരു ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സഹനങ്ങളോട് ചേർത്ത് വെച്ച് നിന്റെ ജീവിതത്തെ സ്വരുക്കൂട്ടിയെടുത്താൽ നിന്റെ ജീവിതം കൃപയായി മാറും. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു ആത്മീയതയുണ്ട്. കുടുംബ പ്രാർത്ഥന നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ, ദേവാലയ ശുശ്രൂഷകൾ, കൂദാശ ജീവിതം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമുക്ക് എല്ലാ ദിവസവും തിരക്കായിരിക്കും. ഞായറാഴ്ച ഒന്നും പള്ളിയിൽ പോകാൻ പറ്റുന്ന സാരമില്ല, നിങ്ങൾ വിഷമിക്കേണ്ട. ആഴ്ചയിൽ ഒന്ന് നമുക്ക് ഒരു ദിവസം കടം വീട്ടാൻ പോകാം. എപ്പോഴെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചുകൂടെ? ആഴ്ചയിൽ ഒന്ന് 1 മണിക്കൂർ ഈശോയ്ക്ക് വേണ്ടി ഒന്ന് മാറ്റിവെക്കാൻ. ഒരു ദിവസത്തിൻ്റെ 24 മണിക്കൂറിൽ അരമണിക്കൂർ ഈശോയ്ക്ക് വേണ്ടി ഒന്ന് മാറ്റിവെക്കാൻ. ഇതൊരു നോമ്പാ, ഇതൊരു ഉപവാസമാണ്. ഈശോയുടെ കൂടെ ഇരിക്കുന്നതാണ്, കൂടെ വസിക്കുന്നതാണ്, അല്ലേ? അപ്പോൾ ആ ഉപവാസത്തിലേക്ക് നമ്മളൊന്ന് വളരണം. ഈ 50 ദിവസം എൻ്റെ കുടുംബ പ്രാർത്ഥന ഞാൻ മുടക്കില്ല, അതൊരു നോമ്പാണ്. ഈ ആഴ്ചയിൽ ഒന്നെങ്കിലും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരിക്കും, അതൊരു നോമ്പാണ്. പറ്റുമെങ്കിൽ 50 ദിവസവും ഞാൻ പങ്കെടുത്തിരിക്കും, അതൊരു കഠിന പ്രയത്നമാണ്. എൻ്റെ ജീവിതത്തിനെ ബലിയർപ്പിച്ചുകൊണ്ടുള്ള ഒരു നേട്ടമാണത്. ത്യാഗങ്ങൾ സമർപ്പിക്കുമ്പോൾ ഇരട്ടി നമുക്ക് കിട്ടും. പരീക്ഷ കാലഘട്ടമാണ്, മക്കൾ കുത്തിയിരുന്ന് പഠിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള റാങ്ക് അവരെ തേടിയെത്തും. ഇതുപോലെയാണ് എല്ലാ നേട്ടങ്ങൾക്ക് പിന്നിൽ ഒരു സമർപ്പണമുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വെറുതെ കിട്ടുന്ന ഒരു ആത്മീയത നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ തലമുറ നഷ്ടപ്പെട്ടു പോകും. ഈശോ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നീ ആരാധിക്കാവുള്ളൂ. അതുകൊണ്ട് ഈ ആരാധന ഈ 50 ദിവസം നീണ്ടു നിൽക്കട്ടെ. അങ്ങനെ കരുത്തുള്ള ക്രിസ്ത്യാനികളാണ്. നമുക്ക് ആരെങ്കിലുമൊക്കെ വീട്ടിൽ നോമ്പെടുത്തോട്ടെ എന്ന് പറഞ്ഞാൽ നടക്കില്ല. എല്ലാവരും ഒരുമിച്ചെടുക്കുമ്പോഴാണ് അതിന് കൃപയുണ്ടാകുക. അപ്പൻ മാതൃക കാണിച്ചു കൊടുക്കണം, അമ്മ മാതൃക കാണിച്ചു കൊടുക്കണം. അപ്പോൾ മക്കളെ ഒരുമിച്ച് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. നിങ്ങൾക്കറിയാം, എന്താണ്, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നോൺ വെജ് കൊടുത്തില്ലെന്നോർത്ത് അവർ മരിച്ചൊന്നും പോകില്ല. എത്രയോ മക്കളാണ് പട്ടിണി കിടക്കുന്നത് ഈ ലോകത്ത്, അല്ലേ? ഒരു നേരം ആഹാരം ഇല്ലാത്തവർ. ഈ ഭൂമിയിൽ ഏറ്റവും ശക്തിയുള്ള മൃഗം ഏതാണ്? അത് കുതിരയാണ്. കുതിര കഴിക്കുന്ന ഭക്ഷണം അത് പയർവർഗ്ഗങ്ങളാണ്, മുതിരയാണ്. ഏറ്റവും വലിപ്പമുള്ള മൃഗം ഏതാണ്? അത് ആനയാണ്. ആന കഴിക്കുന്ന ഭക്ഷണം എന്താണ്? അത് ഓലയാണ്, പച്ചക്കറിയാണ്, അല്ലേ? ഏറ്റവും നല്ല ബുദ്ധിമാന്മാരാണെന്ന് ആരാണെന്നറിയോ? അത് ബ്രാഹ്മണരാണെന്നാണ് പറയാം. എന്താ കാരണം? അവർക്ക് നല്ല പച്ചക്കറികൾ കഴിച്ച് വിശുദ്ധമായ ജീവിതം നയിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ നോൺ വെജിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് വളരാൻ വേണ്ടിയിട്ട്. ജീവിതം ഇങ്ങനെ കരുത്തുള്ളതാക്കി തീർക്കുക എന്നുള്ളതാണ്. എല്ലാ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിലും കരുത്തുള്ള മനുഷ്യരായി തീരുക എന്നുള്ളതാണ്, ആത്മീയ ബലമുള്ളവരായി തീരുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ 50 ദിവസങ്ങൾ ആത്മാവിൽ ശക്തിപ്പെട്ടുകൊണ്ട് 51-ാമത്തെ ദിവസം നമുക്കുണ്ടാകാൻ പോകുന്ന ജീവിതത്തിൻ്റെ വെല്ലുവിളികൾക്ക് മുമ്പിൽ ഈശോയെപ്പോലെ ചങ്കുറ്റത്തോടെ നിന്നുകൊണ്ട് രക്ഷകരായി തീരുവാൻ, എൻ്റെ കുടുംബത്തിൻ്റെ നാടിൻ്റെ രക്ഷകനായി മാറുവാൻ ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നല്ല നോമ്പുകാലം ഒരിക്കൽ കൂടി എല്ലാവർക്കും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.